പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. 2025 കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഡെയിലി മന്നയിലായിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം ഇത്രത്തോളം ഹല്ലേലൂയ പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് തന്ന ആരോഗ്യത്തിനും ബലത്തിനും ആയുസ്സിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഹല്ലേലൂയ അല്പസമയം കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. പ്രിയ മക്കളെ, പുതിയ വർഷത്തിൽ ഹല്ലേലൂയ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ജഡത്തിന്റെ മോഹങ്ങളൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതായത് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ആത്മാവും ജഡവും അന്യോന്യം ശത്രുതയിലാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അതിന് നാം പരിശുദ്ധാത്മാവിനൂടെ തുടർച്ചയായ പോരാട്ടത്തിൽ ജഡീക പ്രവൃത്തികളെ എതിർത്തു ജീവിക്കുന്നവരായിരിക്കണം. ഈ 2025 നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ്, എന്നിലുള്ള എല്ലാ ജഡീക പ്രവൃത്തികളെ നീക്കിയിട്ട് ആത്മീയ പ്രവൃത്തികളാൽ എന്നെ നിറയ്ക്കണമേ എന്ന്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-5 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. നോക്കൂ പ്രിയമുള്ളവരെ, ജഡീക ചിന്തകൾ നാം വിട്ടുകളയണം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവൻ പ്രതികൂലമല്ലോ. ഹല്ലേലൂയ. അവ തമ്മിൽ പ്രതികൂലമല്ലോ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ജഡാഭിലാഷവും ആത്മാഭിലാഷവും. ഹല്ലേലൂയ. നമ്മൾ ജഡത്തിന്റെ അഭിലാഷങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ആത്മാഭിലാഷത്തിലേക്ക് നമുക്ക് പുതിയ വർഷത്തിലായിത്തീരാം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-19 വാക്യം മുതൽ പറയുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, ഈ പ്രവർത്തികളെല്ലാം നമ്മിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ദൈവരാജ്യം അവകാശമാകുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 5-22 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകക്കാർ വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. 25-ാം വാക്യം നോക്കൂ, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. പ്രിയ മക്കളെ, നമ്മൾ ആത്മീയ പ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ 2025 നമുക്ക് കർത്താവിനോട് പറയാം, ആത്മീയ സ്വഭാവങ്ങൾ ഞങ്ങളിൽ ഹല്ലേലൂയ പ്രാവർത്തികമാകുവാൻ ഞങ്ങൾക്കപ്പച്ച അതിപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് തന്നെ അപ്പന്റെ സന്നിധിയിൽ ആദ്യ ദിവസം തന്നെ തീരുമാനത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നോക്കൂ, നാം എന്തിനെല്ലാം തികവുള്ളവരായിരിക്കണം. അതായത് നമ്മുടെ നടപ്പിൽ ഹല്ലേലൂയ, അതായത്
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നോക്കൂ, ദൈവഭയത്തിൽ വിശുദ്ധിയിൽ തികവുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 7:1 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ തന്നെ വെടിപ്പാക്കണം. എന്തിൽ നിന്നെല്ലാം? ശരീരത്തിലും ആത്മാവിലുമുള്ള സകല പാപത്തിൽ നിന്നും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി നാം ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ദിനംതോറും എതിർത്ത് നിൽക്കുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ആദ്യ ദിവസം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, സമാധാനത്തിൽ തികവുള്ളവരായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 പറയുന്നുണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നോക്കൂ, കർത്താവിലുള്ള ആശ്രയത്തിൽ സ്ഥിരമാനസരുടെ വിശ്വസ്തമായ ആ ശേഷിപ്പിനെ കർത്താവ് പൂർണ്ണ സമാധാനത്തിൽ കാക്കപ്പെടുന്നു. പ്രയാസങ്ങളുടെ സമയത്ത് നമ്മുടെ മനസ്സു പ്രാർത്ഥനയാലും ആശ്രയത്താലും പ്രത്യാശയാലും കർത്താവിങ്കിലേക്ക് തുടർച്ചയായി നോക്കുവാൻ നമുക്ക് ശ്രദ്ധയോടെ ഈ പുതിയ വർഷത്തിലായി തീരാം. നമ്മുടെ ആശ്രയം കർത്താവിങ്കിൽ മാത്രമായിരിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഐക്യതയിൽ ഒന്നായിരിക്കുവാൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17:23 പറയുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടേനെ ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവനായിരിക്കേണ്ടതിനും തന്നെ. ഹല്ലേലൂയ. ഐക്യതയിൽ നമ്മുടെ സ്വഭാവത്തിലായാലും കൂട്ടായിട്ടുള്ള പ്രയത്നത്തിലായാലും എല്ലാത്തിലും ഐക്യതയോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, പ്രവൃത്തിയിൽ തികഞ്ഞവരാകണം. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3:17 പറയുന്നുണ്ട്, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവരാകണം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രിയ മക്കളെ, ഈ പ്രവൃത്തിയെല്ലാം തികഞ്ഞവരാകുവാൻ കർത്താവ് എന്നെയും ഒരുക്കണമേ എന്ന് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ഹല്ലേലൂയ തികവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 2:22 പറയുന്നുണ്ട്, അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ഹല്ലേലൂയ. നോക്കൂ, അതാണ് അബ്രഹാം എങ്ങനെയാണ് വിശ്വാസത്താൽ ഹല്ലേലൂയ തന്റെ മകനായ ഇസ്ഹാക്കിനെ തന്നെ യാഗപീഠത്തിൽ അർപ്പിച്ചത് വിശ്വാസത്തോടെയാ. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിലും കർത്താവേ, വിശ്വാസത്തിൽ, ദൈവിക വിശ്വാസത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ ഉറപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മീയ വിശ്വാസം ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അതിനുവേണ്ടി എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, സ്നേഹത്തിൽ ഹല്ലേലൂയ തികഞ്ഞവരാകുവാൻ യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2:5 പറയുന്നുണ്ട്, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്ക് അറിയാം. ഹല്ലേലൂയ. പുതിയ ദിവസത്തിൽ ഹല്ലേലൂയ ആരംഭ ദിനത്തിൽ തന്നെ കർത്താവിനോട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്നേഹത്തില്, വിശ്വാസത്തില്, പ്രവൃത്തിയില്, ഹല്ലേലൂയ ഐക്യതയില്, സമാധാനത്തില്, ദൈവഭയത്തില്, വിശുദ്ധിയോടൊക്കെ ജീവിപ്പാൻ തികവുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഡെയിലി മന്നയിലൂടെ ഹല്ലേലൂയ അപ്പന്റെ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിൽ പുതുബലത്തോടെ, ശക്തിയോടെ, ആരോഗ്യത്തോടെ കർത്താവിന് പ്രയോജനപ്പെട്ട് ഹല്ലേലൂയ കൂടുതലായിട്ട് ഹല്ലേലൂയ 2024 ഉപരിയായിട്ട് 2025 കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് ഹല്ലേലൂയ എവിടെയൊക്കെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാമോ അവിടെയെല്ലാം അപ്പന്റെ വചനം പറയുവാൻ ഓരോ മക്കളെ ശക്തീകരിക്കണമേ. ദിനം തോറുമുള്ള വചനം ഓരോ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണം. കരങ്ങളിൽ
സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.